ആക്രിലിക് കളറിങ്ങിൽ മ്യൂറൽ പെയിൻറ്റ് ചെയ്യുമ്പം ആക്രിലിക് കളറിനകത്ത് യെല്ലോ ഓക്രയാണ് മെയിനായിട്ട് വേണ്ടത്. ബേസ് കളറാണ്. സ്കെച്ചിങ്ങിനും കളർ ഫില്ലിങ്ങിനും എല്ലാം യെല്ലോ ഓക്രയാണ് നമുക്ക് വേണ്ടത്. പിന്നീട് വേണ്ടതാണ് ഒരു കളറുണ്ട്, അത് പേർഷ്യൻ ബ്ലൂ വേണം. പേർഷ്യൻ ബ്ലൂവും യെല്ലോവും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഗ്രീനും ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ട വെർമിലിയൻ ഹ്യൂ കളർ വെച്ച് റെഡിന് യൂസ് ചെയ്യുന്ന വെർമിലിയൻ ഹ്യൂ ആണ്. ഇത് യെല്ലോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടല്ല, മ്യൂറൽ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് കളർ മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇത് ഗ്രീൻ. ഇതാകുമ്പം യെല്ലോ ഓക്രയിൽ അല്പം പേർഷ്യൻ ബ്ലൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണിത്. ഇത് വെർമിലിയൻ ഹ്യൂ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് റൗണ്ട് ലോങ് ഹെയർ ബ്രഷ്. അത് 0 തൊട്ട് മേലോട്ടുള്ളത് വേണം. ഒരു 5, 6 വരെയുള്ള. എല്ലാ അടുത്ത നമ്പർ വേണമെന്നില്ല. 0, 00, ഒരു 1, ഒരു 2 അത് അത്യാവശ്യമാണ്. പിന്നെ 4, 6 ഒക്കെ മതിയാകും തുടക്കക്കാർക്ക്. അത്രയും ആയിക്കഴിഞ്ഞാൽ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാനുള്ള അത്യാവശ്യം സെറ്റപ്പുകളാകും. പിന്നെ നമ്മുടെ സ്കെച്ച് ബുക്ക് വാങ്ങി വെച്ചിരിക്കുക. പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പം ഡീറ്റെയിലായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാനിട്ട ഒരു ലൈവ് ട്യൂട്ടോറിയലിനകത്തുനിന്ന് എഡിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരാഴികളുണ്ട്. ബ്രഷ് ഇപ്പോൾ സിന്തറ്റിക്കാണ് പൊതുവെ കിട്ടുന്നത്, നാച്ചുറൽ കിട്ടാറില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ജൈനയുടെ ബ്രഷുകളാണ്. വളരെ പഴക്കമുള്ള, നേരത്തെ വാങ്ങിയിരുന്നതാണ്. ഇത് കിട്ടിയാൽ അത്രയും നല്ലത്. പിന്നെ ഈ ട്രേസ് ചെയ്ത് വരയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ട്രേസിങ് മെത്തേഡ് ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ വീരാളിപ്പട്ടിനൊക്കെ ഉപയോഗിക്കുന്നൊരു ഡിസൈനാണ്. കുറച്ച് സ്പീഡിൽ കാണാനില്ലെന്നുണ്ടെങ്കിൽ ശരിയാകില്ല. ടൈം പ്രശ്നം. ഫസ്റ്റ് സ്കെച്ച്